ഒടുവിൽ ആ ഭാഗ്യശാലിയെ കണ്ടെത്തി. കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാറാണ് ഇത്തവണത്തെ 12 കോടി രൂപയുടെ പൂജാ ബമ്പർ വിജയി. സേവാഭാരതിയിലൂടെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നും ഭാഗ്യശാലിയായ ദിനേശ് കുമാർ ജനം ടിവിയോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന പൂജാ ബമ്പർ നറുക്കെടുപ്പിൽ 12 കോടി ഒന്നാം സമ്മാനം അടിച്ചത് ആർക്കാണെന്ന അന്വേഷണത്തിലായിരുന്നു എല്ലാവരും. കൊല്ലം ജയകുമാർ ലോട്ടറി സെന്ററിൽ നിന്നെടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമെന്ന വിവരം വന്നു. പിന്നാലെ ആ ഭാഗ്യശാലിയെ തേടി എല്ലാവരും കാത്തുനിന്നു. ഇന്നാണ് കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിയായ ദിനേശ് കുമാർ കുടുംബസമേതം ലോട്ടറി സെന്ററിലേക്ക് എത്തിയത്. വലിയ സ്വീകരണമായിരുന്നു ഭാഗ്യശാലിക്കായി ലോട്ടറി സെന്ററിന് മുന്നിൽ ഒരുങ്ങിയത്. മുൻപും ബമ്പർ ടിക്കറ്റുകൾ മാത്രമായി എടുക്കാറുണ്ട്. ഇത്തവണ സമ്മാനമടിക്കുമെന്ന് തനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും ദിനേശ് കുമാർ പറഞ്ഞു. ബമ്പർ ടിക്കറ്റ് സ്ഥിരമായിട്ട് എടുക്കാറുണ്ട്. DC ഇട്ടാണ് എടുക്കാറ്, ബുക്കായിട്ട് എടുക്കും. എന്നിട്ട് നമുക്ക് 10-600 രൂപ ലാഭമുണ്ട്. ഞാൻ എടുക്കുന്ന ടിക്കറ്റ് അമ്മയ്ക്ക് അങ്ങനെ വീട്ടിലുള്ളവർക്ക് വരുമെന്നൊക്കെ ഞാൻ ഓണത്തിനൊക്കെ ഒരു ഓണ സമ്മാനം പോലെ കൊടുക്കും. അല്ല, എനിക്ക് അടിക്കുമെന്ന് നേരത്തെ ഒരു പ്രതീക്ഷയാണ്. ഇത്രയും ലോങ്ങിൽ നിന്ന് വന്ന് ഇത് എടുത്തപ്പോഴേ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ടിക്കറ്റ് എനിക്ക് നേരത്തെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ അടിക്കുന്നുണ്ടായിരുന്നു. കരുനാഗപ്പള്ളിയിൽ നിന്ന് എടുക്കുന്ന അടിക്കുന്നുണ്ടായിരുന്നു. സമ്മാനത്തുകയിൽ ഒരു ഭാഗം സേവാഭാരതിയിലൂടെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നും സേവാഭാരതിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്നും ദിനേശ് കുമാർ പറഞ്ഞു. സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സേവന പ്രവർത്തനം മൊത്തം സേവാഭാരതി തന്നെ ഏൽപ്പിക്കും. അവരതിൻ്റെ രീതിയിൽ ആ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നതിന് പരിപൂർണ്ണ ബോധ്യമുണ്ട്. അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊടുക്കുന്ന ഫണ്ട് വേസ്റ്റായി പോകത്തില്ലെന്ന് എനിക്കറിയാം. ഇന്നലെ വിവരമറിഞ്ഞിരുന്നെങ്കിലും ഭാര്യയോട് പോലും പറഞ്ഞിരുന്നില്ല. ഇന്നാണ് കുടുംബവും ഇക്കാര്യം അറിയുന്നത്. ഞങ്ങളോട് പറഞ്ഞില്ല. ഇതുപോലെ ചോദിച്ചപ്പം മുഖത്ത് എന്തോ ഒരു മാറ്റം ഉണ്ടായിരുന്ന ആളുടെ. രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതു. വെളുപ്പിനെ നിർമ്മാല്യം കണ്ട് തൊഴണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പോയില്ല, തന്നെ പോയി തൊഴുതിട്ട് വന്ന് പിള്ളേരെ സ്കൂളിൽ വിടണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്ലാസ് എന്തിനാ കളയുന്നേ, കല്യാണത്തിന് പോവണ്ട, സ്കൂളിൽ പോട്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, വേണ്ട, ഇന്ന് സ്കൂളിൽ പോവണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്നെങ്കിൽ പോവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് സ്കൂൾ ടൈം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളോട് എല്ലാവരോടും ഇത് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഫാം ഹൗസ് ഉടമ കൂടിയാണ് ദിനേശ് കുമാർ. ഏജൻസി വ്യവസ്ഥയിലായിരുന്നു ലോട്ടറി എടുത്തത്. സമ്മാനത്തുകയിൽ 6 കോടി 18 ലക്ഷം രൂപ ദിനേശ് കുമാറിന് ലഭിക്കും. ഏജൻസി കമ്മീഷനായ 1 കോടിയോളം രൂപയും ഈ ഭാഗ്യശാലിക്ക് അർഹതപ്പെട്ടതാണ്. ജനം, കൊല്ലം.